ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെന്നെ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോൽക്കില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അവള് കാരണ ഇതുപോലെ ഓരോരുത്തര് ഫോണിൽ വിളിച്ചെന്നെ പരിഹസിക്കുന്നത്. ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവൾ എന്റെ മാത്രം മോളാ. ഒരു മൈനറിന്റെ പേരില് സ്വത്തുക്കൾ എഴുതി വെച്ചാലേ കോടതിയിലെ കേസ് തോറ്റാലും ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ? സ്വത്തുക്കൾ അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു വഴി മാത്രം അത്. കോടതിയിൽ എന്തായാലും കേസ് അവർക്കെതിരായിട്ട് വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുവേണ്ടി അവരെടുത്തിട്ടുള്ള ഒരു മുൻകരുതലാ ഈ കുട്ടി. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ച് നോക്കിയാ എനിക്ക് അങ്ങോട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതവരുടെ തന്ത്രം മാത്രോ? കുട്ടിയോട് അവർക്ക് സ്നേഹമുണ്ടെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രം. അതിനു വേണ്ടി അവര് മനഃപൂർവ്വം കെട്ടിയതാ ഈ അച്ഛൻ വേഷം. പക്ഷേ എന്നാലും വേറൊരു കുഴപ്പമുണ്ടല്ലോ. എന്തു കുഴപ്പം? ഇത്രയും നാള് എടുത്തു വളർത്തിയൊരു കുട്ടിയാണ് താനെന്ന് ആ കുഞ്ഞിനറിയത്തില്ലായിരുന്നല്ലോ. അതറിഞ്ഞപ്പോ അതിന് ഇത്രയ്ക്ക് സങ്കടമായെങ്കിൽ ഇനി ആ കൊച്ച് അവന്തികയെ അമ്മയോട് സ്നേഹിക്കുവോ? ആ കുഞ്ഞിന്റെ മുമ്പിൽ തോറ്റുപോയാ പിന്നെ എല്ലാം പോയില്ലേ? എന്തായാലും ഇന്ന് അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കിട്ടും. എല്ലാ കാലത്തും കാര്യങ്ങൾ അവരുടെ വഴിക്ക് തന്നെ പോവില്ലല്ലോ. അവരുടെ വീഴ്ചയുടെ തുടക്കമാണെന്നാ എനിക്ക് തോന്നുന്നത്. സ്കൂളിൽ നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്ക് വേറെ ചിലതാ തോന്നുന്നേ. അതെന്താ? എടി, വെറുതെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വേണ്ടി അവന്തിക ഇത്രയും നാണം കിടാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നേ? ആ കുട്ടിയെ അവന്തികയും തമ്മി നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ അവള് ദത്തെടുത്തത് തന്നെ വേറെന്തോ ലക്ഷ്യം മുന്നിൽ കണ്ടോണ്ടാ. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കുട്ടിയെയും അവള് മനസ്സറിഞ്ഞ് സ്നേഹിക്കത്തില്ല. ഇത് സ്നേഹമൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് ജയിക്കാനുള്ള ഒരു ആയുധം അത് മാത്രമാണ് ആ കുട്ടി. ഈ കൊച്ചിനെ പുറംകാലു കൊണ്ട് അവര് ചവിട്ടി എറിയുന്നൊരു ദിവസം വരും. മൈനറായ കൊച്ചിന്റെ പേരിൽ സ്വത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? മേജർ ആകുമ്പോ ഈ കൊച്ചു ആ സ്വത്തുക്കളെ തിരിച്ചു കൊടുത്തില്ലെങ്കിലോ? എന്നാ പിന്നെ അവരന്ന് ആ കുഞ്ഞിനെ കൊല്ലും. നിങ്ങൾ ഈ പറയുന്ന ഒന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്ന എന്റെ മനസ്സ് പറയുന്നത്. ഇതൊന്നും അല്ലാതെ മറ്റെന്തോ ഒന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് കാലം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. വളരെ എമർജൻസി ആയതുകൊണ്ടാ പോകുന്നത്. ഇന്നല്ല, നാളെ കഴിഞ്ഞ്. നോ, നമ്മള് പ്ലാൻ ചെയ്തതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ചെന്നിട്ട് വിളിക്കാം. ജെനി. ഓ മേഡം. എന്താ മേഡം? മോള് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല മേഡം, ഞാൻ വിളിച്ചിട്ട് വാതില് തുറന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. മുറി തുറക്കാതെ തന്നെ വേണ്ടാന്നാ പറഞ്ഞത്. കുട്ടികൾ ഇങ്ങനെ നിർബന്ധം കാണിച്ച പിന്നെ എന്ത് ചെയ്യും? ഈ വാശി നല്ലതല്ലെന്ന് നീ അവളോടൊന്നും പറഞ്ഞേക്ക്. എന്നോട് പിണങ്ങിക്കോട്ടെ, പക്ഷെ ആഹാരം കഴിക്കാതിരുന്നാലോ? ഓഫീസിൽ ഇന്നത്തെ മീറ്റിങ്ങിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. വളരെ എമർജൻസിയാ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് അവളുടെ പിണക്കം മാറ്റിയേനെ. മേഡം വിഷമിക്കാതെ പോയിട്ട് വരൂ. കുറച്ചു കഴിയുമ്പോഴേക്കും ഈ വാശിയൊക്കെ പോവും. ഒരുപാട് സമയമൊന്നും വിശപ്പ് സഹിക്കാൻ മോൾക്ക് പറ്റില്ല. അവളുടെ മുറിയില് സ്നാക്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ചിലപ്പോ അത് കഴിച്ചു കാണും. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് അവളുടെ പിണക്കം മാറ്റണം. മേഡം ധൈര്യമായിട്ട് പോയിക്കോ.
മോളെ ഞാൻ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിച്ചോളാം. ഉം. ഇപ്പോഴത്തെ ഈ വാശി കൊണ്ടാ. അല്ലായിരുന്നെങ്കി ഞാൻ പറഞ്ഞ മോള് കേക്കും. എന്നോട് അവളുടെ വാശി. എല്ലാവരുടെ മുമ്പേ അവക്ക് വേണ്ടി വേഷം കെട്ടി നാണം കിട്ടത് ഞാനാ. എന്നിട്ടും കൊച്ചുകുട്ടിയല്ലേ മാഡം? 8 വയസ്സുള്ളൊരു കുട്ടി അത്രയ്ക്ക് ചെറിയ കുട്ടിയൊന്നും അല്ല. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായം അവക്കായി. ആ ശാന്തി. ആ എന്തുണ്ട്? കുറച്ച് നാളായല്ലോ നിന്റെ കോള് വന്നിട്ട്. ഓ, സ്കൂളിലെ കാര്യം നീയും അറിഞ്ഞോ? അതോ, അത് ഒരു ഫാദേഴ്സ് ഡേ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇത്രയും നാളത്തെ ഗ്യാപ്പിന് ശേഷം നീ എന്നെ വിളിച്ചത് ഇതന്വേഷിക്കാനാണോ? അവൾ എന്റെ മോളാ. അവക്ക് അച്ഛനും അമ്മയും ഞാൻ മാത്ര. നീയേ മറ്റൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും അറിയേണ്ടത് സ്കൂളിൽ അവന്തിക അച്ഛന്റെ വേഷം കെട്ടി നാണം കെട്ടതിനെ കുറിച്ചാ. എന്റെ മോൾ അനാഥയാണെന്ന് വിളിച്ചു പറഞ്ഞതിനെ കുറിച്ച്. ഇന്നലെ വരെ ഞാൻ കെട്ടിപ്പൊക്കിയ എല്ലാ അഭിമാനവും അവള് തകർത്തു കളഞ്ഞു. അവളെന്നെ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോൽക്കില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അവള് കാരണ ഇതുപോലെ ഓരോരുത്തര് ഫോണിൽ വിളിച്ചെന്നെ പരിഹസിക്കുന്നത്. ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവൾ എന്റെ മാത്രം മോളാ. മോളുടെ പിണക്കം ഞാൻ മാറ്റിക്കോളാം. ഫുഡും കഴിപ്പിച്ചോളാം. മാഡം ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ മിസ്റ്റർ വർമ്മ. വാട്ട്? നോ നോ, അത് പറ്റില്ല. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ ടൈം ഷെഡ്യൂളിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മീറ്റിംഗ് കറക്റ്റ് സമയത്ത് തന്നെ നടക്കും. നിങ്ങൾ അതിനു വേണ്ടത് ചെയ്യ്. നോ, നത്തിങ് എൽസ്.